ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മീഷോ പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ യൂസസും കൂടി പറഞ്ഞു തരാനായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ പ്രൈസും എല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ. അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് പ്രൊഡക്ട്സും കൂടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു പാക്കേജിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം അത് നന്നായിട്ട് നനഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഓരോ പ്രോഡക്ട്സ് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആ ഒരു പ്രൈസിന് പറ്റിയൊരു മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ നല്ലതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇങ്ങനെയുള്ള ഈ വന്നിട്ടുള്ള ഇതുപോലത്തുള്ള ബോക്സ് 6 അതുപോലെ തന്നെ ഒരു ബ്രഷ്, പിന്നെ ഒരു സ്പാച്ചുല, അതിൻ്റെ കൂടെ തന്നെ 2 ഓയിൽ ഡിസ്പെൻസർ, ഇതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോയും കൂടി ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇത് മുഴുവനായിട്ടും നല്ല ഒരു ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പൊട്ടലും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഞാനിത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനം കൂടി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്, കാളോ എന്തോ അങ്ങനെ എന്തോ അല്ലേ പറയുക. അത് നമ്മൾ ഓയിലൊക്കെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത്. ഇത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓവറോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വളരെ ലോവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കേജിങ്ങും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പുറത്ത് കണ്ടപ്പോൾ ഇതൊക്കെ പൊട്ടി നാശമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളറ് എനിക്കെന്തോ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു എന്താ പറയുക, ചളിയായൊരു യൂസ്ഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പാച്ചുലയും ബ്രഷും അത്രത്തോളം അങ്ങോട്ട് നല്ല ഒരു ക്വാളിറ്റി ആയിരുന്നില്ല കേട്ടോ. കാരണം അത് കണ്ടാൽ തന്നെ നമുക്ക് അതുപോലെ തൊട്ട് നോക്കുമ്പോൾ അറിയാം അത്ര സോഫ്റ്റ് അല്ല. അപ്പോൾ അത് അത്ര നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ നമുക്ക് തൽക്കാലം യൂസ് ചെയ്യാനൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ആ സ്പാച്ചുല ഇതുവരെ ആയിട്ടും യൂസ് ചെയ്തില്ല. കാരണം ആ സൈഡിലൊക്കെ 2 സൈഡിലും നന്നായിട്ട് ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക് ഇങ്ങനെ ഉരുകി നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബ്രഷ് ഞാൻ യൂസ് ചെയ്തായിരുന്നു ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ആ സ്പാച്ചുല ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് തൽക്കാലം ഞാൻ അവിടെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അടുത്തതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് കാലമായിട്ട് നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. കാരണം എനിക്ക് ഈ ടേബിളൊക്കെ തുടയ്ക്കാനായിട്ട് മാത്രം ഒരു ക്ലോത്ത് വേണം. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാൻ വേറെ ക്ലോത്ത് വേണം. പിന്നെ നമ്മൾ പാത്രം കഴിക്കുന്ന സിങ്കിൻ്റെ അവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ ക്ലോത്ത് വേണം. അങ്ങനെയൊക്കെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം എനിക്കെന്തോ ആ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന അതേ ക്ലോത്ത് കൊണ്ട് നമുക്ക് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന ടേബിൾ തുടയ്ക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്യും. എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എൻ്റെ കിച്ചണിലാണെങ്കിൽ 2-3 ഇങ്ങനെ ക്ലോത്തുകൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്കെന്തോ അത്ര അങ്ങോട്ട് നിറഞ്ഞു നിൽക്കണത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഞാനിത് ഇത്തിരി നേരത്തെ വാങ്ങിക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില പ്രൊഡക്റ്റ് അങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ നോക്കി വയ്ക്കും പക്ഷെ വാങ്ങിച്ചപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചായിരുന്നില്ല കേട്ടോ ഇത് ഇത്രത്തോളം നന്നാവുമായിരിക്കുന്നു. ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ ഇത് നല്ല തിന്നാണ്, ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അത്രയും വലിപ്പം മാത്രമേ വരുള്ളൂ. എന്നിരുന്നാൽ കൂടി ഇത് നമുക്ക് തുടച്ചാലൊക്കെ നല്ല വൃത്തിയാവും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ആ ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല നീറ്റാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും എന്താണെങ്കിലും തന്നെ കേട്ടോ നല്ല നീറ്റായി വരുന്നുണ്ട്. ഇത്രയും തന്നെ മതിയാവും കേട്ടോ നമുക്ക് ഈ ഒരു ഇത് തുടച്ചെടുക്കാനായിട്ട്. ഇത് മുഴുവനായിട്ട് നമുക്കൊരു 1-2-3 ദിവസം വരെയൊക്കെ ഇത് കഴുകി യൂസ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇത്
2-3 ക്ലോത്തുകളായിട്ട് അല്ലെങ്കിൽ 2-3 പീസുകളായിട്ട് ഇത് വെക്കുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. നമ്മുടെ കിച്ചണിൽ നമ്മൾ മോളിക്കായിട്ട് വെക്കുമ്പോഴും അങ്ങനെയൊന്നും ഫീൽ ചെയ്യാറില്ല. അത് മാത്രമല്ല, നമുക്കിത് 1-2 ദിവസത്തിൽ തന്നെ കഴുകി കളയാവുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ സ്മെല്ലൊന്നും അടിക്കില്ല കേട്ടോ. ഇതിന് പ്രത്യേക സ്മെല്ലൊന്നും അടിക്കില്ല. നമ്മൾ മറ്റേ ക്ലോത്തൊക്കെ ആകുമ്പോൾ എത്ര വാഷ് ചെയ്താലും നമുക്ക് ആ ഒരു സ്മെല്ല് പോയതായിട്ട് ഫീൽ ചെയ്യാറേ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഇത് എനിക്ക് നല്ല ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ. അതുപോലെ തന്നെ ഇത് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോഴും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്യാസൊക്കെ തുടയ്ക്കുമ്പോൾ ആ ചൂട്ട് കൊടുക്കണ തന്നെ, ഒന്നാമത്തെ നമ്മൾ ചൂട്ട് കൊടുക്കുന്ന ഗ്യാസ് തുടയ്ക്കാൻ പാടില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു ഇതുകൊണ്ട് വേഗം തുടയ്ക്കുമല്ലോ. അങ്ങനെ ആകുമ്പോൾ കൈ പൊള്ളിപ്പൂട്ടോ. കാരണം ഇത് ഭയങ്കര തിന്നായതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ പൊള്ളൂട്ടോ. കൈയൊക്കെ നമ്മുടെ കയ്യിലേക്ക് ചൂടെടുക്കും. ഇത് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ഈ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ നല്ല നീറ്റ് ആവണുണ്ട് കേട്ടോ. ഇതെനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത്. കണ്ടില്ലേ, എല്ലാ അഴുക്കും തന്നെ അതിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കിച്ചൺ മേക്ക് ഓവർ ചെയ്യണം എന്ന് വിചാരിച്ച സമയത്ത് തന്നെ എൻ്റെ മൈൻഡിലോട്ട് ആദ്യം വന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാക്ക്. അപ്പോൾ ആ റാക്കിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ബോട്ടിൽസൊക്കെ വയ്ക്കുക, അല്ലെങ്കിൽ അതിലൊരു കുഞ്ഞി പോട്ട് കൊടുത്ത് ആ പോട്ടൊക്കെ വയ്ക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ മൈൻഡിലോട്ട് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റാക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റാക്കിന് അത്യാവശ്യം റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എന്നിരുന്നാലും എനിക്കിത് പൊട്ടിക്കുമ്പോൾ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 1-2 റിവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ക്വാളിറ്റി പോരാ അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം, അതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ച് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോൾ തന്നെ എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ 2 കളേഴ്സ് അവൈലബിൾ ആയിരുന്നു, വൈറ്റും ഉണ്ടായിരുന്നു ബ്ലാക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് ബ്ലാക്കാണ്. കാരണം എൻ്റെ ഒരു കിച്ചൺ ഒരു ഗ്രേ തീമോ ഉള്ളൊരു കിച്ചനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ വൈറ്റിനെക്കാട്ടിലും ബ്ലാക്ക് ആയിരിക്കും സൂട്ടാവുക എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടോ. അപ്പോൾ ഈ ഒരു കിച്ചൺ റാക്കും നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ച് അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിലേക്ക് കയറി പോകുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് കേട്ടോ തോന്നുന്നത്. അടുത്തതായിട്ട് ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പിക്കിൾ ജാർസ് ആണ് കേട്ടോ. സെറാമിക്കിൻ്റെ 2 കണ്ടെയ്നേഴ്സ് വരുന്നത്, അങ്ങനെ സെറ്റായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് കേട്ടോ. ഇതും ഞാനൊരു ഗ്രേ കളറിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു കിച്ചൺ ഗ്രേ കളർ, ഒരു കൂടുതൽ ഗ്രേ കളറാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗ്രേ കളറ് വാങ്ങിക്കാനായിട്ടുള്ള കാരണം. ഇതിനും കൂടി മാച്ചിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. അത്രത്തോളം നല്ല അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ചുറ്റിയിട്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഉണ്ടായിരുന്നത്. ഇത് പൊട്ടിക്കാൻ തന്നെ കുറച്ച് സമയം വേണം. പക്ഷെ ഓരോന്ന് പൊട്ടിച്ചെടുക്കുമ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുമോ, കംപ്ലയിൻറ്റ്സ് ഉണ്ടാവുമോ എന്നുള്ള ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മീഷോന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്ട്സിനൊക്കെ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും കേൾക്കാറുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഈ ഒരു പാക്കേജിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ആണെങ്കിലും എന്ത് ഇതാണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇതിൽ ഇങ്ങനെ 2 സെറ്റ് ജാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് വെക്കാനായിട്ടൊരു ട്രേയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞാൻ അച്ചാറിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ യൂസ് ചെയ്യണത്. ഒന്നിൽ നല്ലെണ്ണയും അതുപോലെ തന്നെ മറ്റേതിൽ നെയ്യുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ രണ്ടിലും ആ ഒരു ചെറിയ ബ്രഷുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് തന്നെ എടുത്ത് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രൈസും എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നുന്നു. കടയിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ ഇത്രയും കൂടി നമ്മളിതിന് പൈസ കൂടുതലാണ് കേട്ടോ. പക്ഷേ ഇത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതും എനിക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ എന്താ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ കുറച്ച് എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നൊരു പ്രൊഡക്റ്റായിരുന്നു കേട്ടോ. കാരണം ഇത് ഞാൻ കുറേ കാട്ടിലിട്ട് വെച്ചിട്ട് പിന്നെയും ഞാനത് വാങ്ങിക്കാതെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയായിട്ട് വാങ്ങിച്ച ഇനിയിപ്പോൾ ഇത് പൊട്ടുമോ എന്നുള്ള നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആ ഒരു മോഡലും അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതേ സാധനം ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ ഡബിളും അല്ല, അത്രയും റേറ്റ് കൂടുതലാണ് കേട്ടോ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും
ഫ്ലിപ്കാർട്ടിലൊക്കെ. പക്ഷേ ഇത് മീഷോന്ന് ഇത്രത്തോളം കുറവ് പ്രൈസിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇത് കയ്യിൽ കിട്ടുന്നവരെയും എനിക്ക് ആ ഒരു ക്വാളിറ്റി കുറവായിരിക്കുമോ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കാണുന്ന ആ ഒരു പ്രിൻ്റൊക്കെ പോകുമോ, അല്ലെങ്കിൽ ഇത് പെയിൻ്റ് ആയിരിക്കുമോ, അങ്ങനെയുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ, അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് പൊട്ടലും ഒന്നും ഇല്ലാത്തത് മാത്രമല്ല, ഇതിന് കാണാനും നല്ല പ്രീമിയം ലുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഒന്നിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ഒരെണ്ണത്തിൽ ഞാൻ ഒന്നും ഇട്ട് വെച്ചിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ഭംഗിക്ക് വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും കല്ലുപ്പൊക്കെ ഇട്ട് വെക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അതിൽ ഒന്നും ഞാൻ ഇതുവരെ ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ രണ്ടും നല്ല സാധനങ്ങളാണ് കേട്ടോ ഈ ഒരു പ്രൈസിന്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു വിടാം കേട്ടോ. അടുത്തായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസെൻസ് ബർണറായിരുന്നു കേട്ടോ. ഇതൊരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സാമ്പ്രാണിയൊക്കെ ഡെയിലി വീട്ടിൽ കത്തിക്കുന്ന ആൾക്കാർ, കൊതുക് വരാണ്ടിരിക്കാൻ വേണ്ടി കത്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. മാത്രമല്ല ഇതൊരു ഡെക്കോർ പീസും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് കത്തിക്കാനായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു സാമ്പ്രാണിയാണ് എടുത്തിട്ടുള്ളത്. കുറേ ചകിരിയൊക്കെ ഇട്ട് കത്തിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അതങ്ങനെ ഈ ഒരു 2 ടൈപ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളൊരു ടൈപ്പ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലാണ്ട് ഇത് ഇങ്ങനെയുള്ളതും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് സാധാരണ എങ്ങനെ നമുക്ക് തീപ്പെട്ടി വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഗ്യാസിലാണ് കത്തിച്ച് എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കത്തിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അതൊരു കുറച്ച് നേരം തീ കാണിച്ചാൽ തന്നെ നമുക്ക് ജസ്റ്റ് ഈ ഒരു സൈഡ് മാത്രം ഒന്ന് കരിച്ചെടുക്കാൻ പറ്റും. മുഴുവനായിട്ട് കരിച്ചെടുക്കരുത് കേട്ടോ, കാരണം നമുക്കൊരു സൈഡ് വെച്ചിട്ട് വേണം അത് പിടിച്ച് വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പ്ലേറ്റ്, അത് നമ്മൾ ആ സാമ്പ്രാണി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലേറ്റ് ആണ് കേട്ടോ. അത് അതിൻ്റെ അകത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെ നമ്മളൊരു സൈഡ് മാത്രമല്ലേ കത്തിച്ചിട്ടുള്ളൂ, ആ ഒരു സൈഡ് പിടിച്ചിട്ട് നമുക്കിതിനെ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് സ്മോക്ക് ആവണുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്മോക്ക് ആവണുണ്ട്. മഗ്‌രിബ് ആ ഒരു നമസ്കാര സമയത്തൊക്കെ ഞാനിത് കത്തിച്ച് വെക്കാറുണ്ട്. അതിന് ശേഷം ഒരു ഇശാനസ്കാരത്തിൻ്റെയൊക്കെ സമയമാവുന്നത് വരെയും ഇതിൻ്റെ ഒരു സ്മോക്ക് നന്നായിട്ട് അടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എൻ്റെ ഒരു മീഷോ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്